അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകളായി സംസാരിച്ചിട്ട് സൂഫി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ മടുപ്പ് തോന്നുകയാണ്. മറ്റൊന്നുമല്ല, ധാരാളം ആളുകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തുന്ന തരത്തിൽ, അതും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ വിശ്വസിക്കുന്നവർ തന്നെ പരസ്പരം വാദപ്രതിവാദം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു വിഭാഗം വഹാബികൾ അവർ ഇത്തരം വിഷയങ്ങളെ പരസ്യമായി വിമർശിക്കുമ്പോൾ, വിശ്വാസമുള്ളവർ പരസ്പരം ഈ വിഷയത്തിൽ തന്നെ വലിയൊരു തർക്കമായി നിലകൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമായി ജന്മം കൊണ്ട ആളുകൾ ഇനി ജന്മം കൊള്ളുന്ന ആളുകളും വളർന്നു വലുതാകുമ്പോൾ ഇതൊക്കെ കണ്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷനായി വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഈ പണ്ഡിതന്മാർ വല്ലാതെ പ്രയത്നിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കറാമത്ത് കഥകളും ഔലിയാക്കന്മാരുടെ ജീവിത ചരിത്രങ്ങളുമൊക്കെ പറയുമ്പോൾ അതൊരു പരിഹാസത്തിന് വിധേയമാകുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അതവർ ശ്രദ്ധിക്കുന്നില്ല. കാരണം പഴയ കാലമല്ല. ഒരു സദസ്സിൽ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ സദസ്സിലിരിക്കുന്ന ആളുകൾ വിശ്വാസികളാണ്. അവരുടെ മുമ്പിലാണ് നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ചിലർ അത് രഹസ്യമായോ പരസ്യമായോ അവിടെ നടക്കുന്ന പരിപാടി വീഡിയോ എടുത്ത് അവരൊരു ചാനലിൽ കൊണ്ടുവന്നിടും. ചിലർക്ക് അതൊരു താല്പര്യമായിരിക്കും. അവർ വിമർശനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം യാഥാർത്ഥ്യമാണല്ലോ പറയുന്നതെന്നുള്ള വിശ്വാസത്തിലിടും. പക്ഷെ ഇതൊരു പബ്ലിക്കിലേക്കാണ് പോകുന്നത്. അവിടെ വിശ്വാസിയും എല്ലാമുള്ള ഒരു കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരുപാട് പരിഹാസങ്ങൾക്ക് കാരണങ്ങളായി മാറുകയാണ്. ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ എന്ന് പറയും. പക്ഷേ വിശ്വാസവും പരിഹാസവും തമ്മിലുള്ള വിഷയമല്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട് ഒരു വല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ, അതും അറിവുള്ള ആലിമ്യങ്ങൾ, പല വിഭാഗങ്ങളായി തിരിഞ്ഞു നിന്നുകൊണ്ട് ആത്മീയ വിഷയമായാലും ഇനി ഖുർആൻ പരമായിട്ടുള്ള വിഷയങ്ങളായാലും ഒക്കെ എല്ലാവരും വലിയ വലിയ സംവാദങ്ങളിൽ ഏർപ്പെടുകയും വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വിഷയത്തിനെക്കുറിച്ച് ഇങ്ങനെ പല തരത്തിൽ കേൾക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ജന്മം കൊണ്ടുവന്ന ഓരോ പ്രവാചകന്മാരും അവരിലൂടെ അറിയപ്പെട്ട അറിവുകൾ അത് പിൽക്കാലത്ത് അവരുടെ അനുയായികൾ അത് എഴുതി ഗ്രന്ഥങ്ങളാക്കി മാറ്റുമ്പോൾ അവരുടെ ഭാവനകളും എല്ലാം ചേർത്ത് അത് പല വിഭാഗങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് വായിക്കുന്നവർക്ക് അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വീക്ഷണം നടത്തുമ്പോൾ ചിലർക്ക് തെറ്റായിട്ടും ചിലർക്ക് ശരിയായിട്ടും, എന്നാൽ ചില ശരികൾ തന്നെ ചിലർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും അധികം ചിന്താശക്തിയുള്ള ആളുകളാണ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ, ഒരു വിഷയം പറയുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം ചിന്തിക്കുന്നവനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം തന്നെ തുറന്നു നോക്കാനോ ഒരു ഖുർആൻ പാരായണം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഹദീസിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കാനോ ഒന്നും പോകാതെ ആലിമ്യങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള ആലിമ്യങ്ങൾ പറയുമ്പോൾ അത് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും ഈ കമൻറ്റുകൾ ഇടുന്നത്. അതുകൊണ്ടാണ് വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ജീവിക്കുകയാണ്. നമുക്കൊരു മരണവുമുണ്ട്, മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ.
വഹാബി ആയാലും സലഫി ആയാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും ഖാദിയാനി ആയാലും സുന്നി ആയാലും ആരായാലും എല്ലാവരും മരിക്കാനുള്ളവർ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ തമ്മിൽ തല്ലി തർക്കങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ സാധാരണക്കാരായ ആളുകൾ കഴിയുന്നതും കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തൊന്ന് പരിശോധന നടത്തുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാടുണ്ടാകുകയും ഒക്കെ വേണം. എങ്കിൽ മാത്രമേ ശരിയായൊരു വഴിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ പിടിച്ച് അവൻ്റെ കൂടെ നമ്മളും നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നമുക്ക് തന്നെയാണ് ആവശ്യം. കാരണം പലരും പലതും പറയുകയാണ്. എല്ലാവർക്കും പണമാണ് ആവശ്യം. പണത്തിൻ്റെ പുറകെ പോകുന്നവർ പണത്തിന് വേണ്ടിയിട്ട് പല രീതിയിലും പ്രസംഗിക്കും. ഒരു പള്ളി പോലും അതിൻ്റെ മുമ്പിൽ ഒരിത്തിരി സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് വാഴ് പറയും. ജനങ്ങൾ നന്നാവുക എന്നുള്ളതല്ല, എത്ര പിരിവ് കിട്ടും, അതിനേത് ഖത്തീബിനെ കൊണ്ടുവരണം, ഏത് ഖത്തീബ് പ്രസംഗിച്ചാൽ കൂടുതൽ കാശ് കിട്ടും, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സമുദായത്തിന് നന്മയുണ്ടാവുക എന്നുള്ള ലക്ഷ്യം ആർക്കുമില്ല. ആ ലക്ഷ്യമുണ്ടെങ്കിലല്ലേ എല്ലാവർക്കും ഒരു നെയ്യത്ത് നല്ലതായാലാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നന്നാവുള്ളൂ. അപ്പോൾ നെയ്യത്തില്ലാതെ നെയ്യത്ത് തന്നെ തെറ്റാണ്. അപ്പോൾ പള്ളിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാഗ്ദ വെച്ചത്. ബിൽഡിംഗ് ഉണ്ടാവും, കുറേ ആൾക്കാർ വാഗ്ദ കേട്ടിട്ടുണ്ടാവും, കാശ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഫലമുണ്ടാവില്ല. ഫലമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ നന്നാകണം എന്നാഗ്രഹിച്ച് പറയുന്ന സദസ്സുകളിൽ പോയി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നാകാൻ കഴിയുള്ളൂ. അതിന് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുണ്ട്. ആരിഫ്യങ്ങളുടെ അരികിലേക്ക് ആളുകൾ പോയത് അതുകൊണ്ടാണ്. അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. തൻ്റെ അടുക്കലേക്ക് ആരാണോ വന്നത് അവനോടൊപ്പം നിന്നുകൊണ്ട് അവനെ ശരിയാക്കിയെടുക്കാനായിട്ട് അവനിലേക്ക് പല പരീക്ഷണങ്ങളും കൊടുത്ത് അവനെ ശരിയായൊരു പന്താവിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ വ്യാജന്മാരുമുണ്ട്, നല്ലവരുമുണ്ട്. ആരാണ് വ്യാജൻ, ആരാണ് നല്ലവനെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെ വ്യാജനെ നമ്മൾ മാജിക്ക് കണ്ടല്ലോ. മാജിക്ക് ആർക്കും കാണിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ മാജിക്ക് കാണിക്കാം. ജനിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നിനക്ക് ആൺകുട്ടിയാണെന്നും അതിന് ഇന്ന പേരിട്ടോന്ന് ഇത്ര ധൈര്യത്തോടു കൂടി പറയാൻ കഴിവുള്ള ആരാ ഉള്ളത്? നീ ഇന്ന ദിവസം മരണപ്പെടും, അതുവരെയുള്ളൂ നിൻ്റെ ആയുസ്. ആ ദിവസം തന്നെ മരിക്കുക. നീ ഇവിടം വിട്ടു പോകും, നിനക്ക് ഇവിടെ യാതൊരു സ്ഥാനമില്ല. ആ പറഞ്ഞത് സംഭവിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് ഫദലുൽ ആബിദിനെ കണ്ടപ്പോൾ പറഞ്ഞു, ആബിദെ നീ വിവാഹം കഴിക്കണം. ആബിദ് പറഞ്ഞു, അല്ലോ ഞാനില്ല. അതെന്താ? എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങ് പറഞ്ഞ ആ വഴിയിലൂടെ സഞ്ചരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒരു പെണ്ണു മുഖാന്തരം നിനക്ക് പ്രശ്നമുണ്ടാകും എന്ന് റസൂൽ പറയുകയാണ്. അപ്പോഴും അതിന് തയ്യാറാകാതെ ചോദിച്ചു, എപ്പോഴാണ് നബിയെ? അതെൻ്റെ വഫാത്തിന് ശേഷമായിരിക്കും എന്നാണ് റസൂൽ ഫദലുൽ ആബിദിനോട് പറഞ്ഞത്. റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഫദലുൽ ആബിദിനുണ്ടായ അനുഭവം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാനായിട്ട് കഴിവുള്ളവരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ കാണാനും അവരുടെ അരികിലിരിക്കാനും അവരുടെ നിയന്ത്രണത്തിലാകാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇതൊന്നുമില്ല എന്ന് പറയുന്നവരത് പറഞ്ഞോട്ടെ. എല്ലാവരും മരിക്കാനുള്ളത് പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങളൊന്ന് ഇത്തരം ആളുകളുടെ അരികിൽ പോയിരിക്കാനും അങ്ങനത്തെ ആളുകളെ തന്നെ കണ്ടെത്തണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സലാത്ത് നഗർ, മറ്റേ നഗർ, മറിച്ച നഗറൊന്നുമല്ല. സൂഫികൾ രഹസ്യമാണ്. അവരെ കണ്ടെത്താൻ ഇത്തിരി പണിയുമാണ്. കണ്ടെത്തിയാൽ രക്ഷപ്പെട്ടു. അവരൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നവരല്ല. അവരൊക്കെ മറയത്താണ്. അവരെ ആരും വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ പോയി കണ്ടെത്തി സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ലതും ചീത്തയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിയും. നല്ല സ്ഥലത്തിരിക്കുക. അതിനുള്ള അറിവ് അല്ലാഹു തആല നൽകട്ടെ.